ജിഷിൻ ചേട്ടന് ലാലേട്ടൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി അല്ലെ? അതെ. എന്തായിരുന്നു? ചിലപ്പോ ഈ ക്ഷമ ആട്ടൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെ അന്നേരം ഞാൻ ക്ഷമിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെ എന്റെ വിഷമം കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നത്. അതൊരു പ്രീഷ്യസ് മൊമെന്റ്. അവിടെ ആർക്കും കിട്ടിയ ഇല്ല, ഇവിടെ ഫൈനലിൽ കയറിയ അനുമോക്ക് കിട്ടിയ ഇല്ല, കിട്ടൂല. നമ്മുടെ ജിഷിൻ ചേട്ടന് മാത്രമേ അത് നമുക്ക് പിന്നെ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, ആദിലേനെയും നൂറിനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന്. ചേട്ടൻ ആ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നോക്കി കാണുന്നു? ബിഗ് ബോസിൽ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വന്ന് അതിനിടയിൽ ഞാൻ കുറ്റം പറഞ്ഞല്ല. ഇവളെ കുറ്റം പറയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ഞാൻ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് അപ്പം തന്നെ വിളിച്ച് എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഉണ്ടാവും. ബിഗ് ബോസ് ഹൗസിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചേട്ടന്റെ അഡ്വൈസ് എങ്ങനെയായിരിക്കും? ജിഷിൻ ചേട്ടന് ലാലേട്ടൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി അല്ലെ? അതെ. എന്തായിരുന്നു അത്? ലാലേട്ടൻ എഴുതി തന്ന, ലാലേട്ടൻ സൈൻ ചെയ്ത ഒരു ടീഷർട്ട്. അത് റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ ആദ്യം അക്ബർ എന്റെ കുറെ തിങ്സ് വലിച്ച് എറിഞ്ഞു. അതിന്റെ പേര് ഫസ്റ്റ് വീക്കിൽ തന്നെയായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാനതിപ്പം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തോന്നിയത്, എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അന്നേരം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവന്റെ കട്ടിലിൽ പോയിട്ട് അവന്റെ സാധനങ്ങൾ എടുത്തിട്ട് അത് വലിച്ചെറിയണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അത് ചെയ്യാമായിരുന്നു എനിക്ക്. അതും പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ അവിടെ ഒന്ന് പിടിച്ചു നിന്നു. ശരി, അത് കഴിഞ്ഞിട്ട് ആ സാറ്റർഡേ ദിവസം അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഗിഫ്റ്റ് കിട്ടിയത്. ചിലപ്പോ ഈ ക്ഷമ ആട്ടൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെ അന്നേരം ഞാൻ ക്ഷമിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെ എന്റെ വിഷമം കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നത്. അതൊരു പ്രീഷ്യസ് മൊമെന്റ്. അവിടെ ആർക്കും കിട്ടിയ ഇല്ല, ഇവിടെ ഫൈനലിൽ കയറിയ അനുമോക്ക് കിട്ടിയ ഇല്ല, കിട്ടൂല. അത് നമുക്ക് മാത്രം സ്വന്തം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മീൻസ് ആ ഒരു 4 ആഴ്ച കൊണ്ട് അവിടെ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ 4 ആഴ്ച കൊണ്ട് തന്നെ. ചേട്ടൻ അവിടെ ഇഷ്ടപ്പെട്ട സ്പേസ് ഏതാണ്? കിച്ചൺ ആണോ? നമ്മൾ കൂടുതലും കിച്ചണിലാണ് കാണുന്നത്. കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണോ? അതുകൊണ്ടാണോ? അല്ല, കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. അതല്ല, നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ്, ആളെ പേര് പറയുന്നത് ലക്ഷ്മി, അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഏതൊരു ക്ലിപ്പിൽ കണ്ടത്, ഇവൻ വെറുതെ അറ്റൻഷൻ സീക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു ആരോപണം വായി തോന്നി അങ്ങ് പറഞ്ഞേക്കുവാന്ന് തന്നെയാണ്. ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്ക് ഇഷ്ടമാണ് പാചകം ചെയ്യാൻ. അല്ലാണ്ട് വെറുതെ പിന്നെ ഈ പറയുന്ന ഇവളൊക്കെ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്? ഇല്ല. അഭിനയിക്കുവാണെങ്കിൽ നമുക്ക് എത്ര നേരം അത് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും അറിയാതെ, പക്ഷെ ഇത് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് അത് ഭയങ്കര ദേഷ്യം പിടിച്ചൊരു. പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു ബോർ അടിച്ചിട്ട് എന്താ വെളുത്തുള്ളി കട്ട് ചെയ്ത് തന്നു, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ ചിലപ്പോ കൂടി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വെറുതെ ഉള്ള നല്ല പേര് കളയണ്ടല്ലോ. പിന്നെ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, ആദിലേനെയും നൂറിനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന്. ചേട്ടൻ ആ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നോക്കി കാണുന്നു? അതിപ്പം ഒന്ന്, ഓരോരുത്തരും ഓരോ നിലപാട് കൊണ്ടാണ് കയറി വരുന്നത്. ഒന്ന്, അവിടെ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ. ഇതിനു വേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സീസണില് ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന അഭിലാഷോ അല്ലെ വേറൊരു പിന്നെ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ ഇവരെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ് അവൻ എതിർപ്പ് കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ലക്ഷ്മി വരുമ്പം തീർച്ചയായും ലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അതായിരിക്കും. ലക്ഷ്മി ഇതാണ് നിങ്ങൾക്ക് ഇതാ ചെയ്യേണ്ടതല്ല, അവര് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. വന്നിട്ട് ഇതിൽ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ പറഞ്ഞൊന്നല്ല, ഈ പറഞ്ഞതൊന്നും അല്ല ഇവരുടെ മൈൻഡിലുള്ളത്. ഈ പറഞ്ഞ നിലപാടും ആയിരിക്കില്ല പുറത്ത്. നിലപാടുകൾ ഇത്രക്ക് മാറ്റുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് പറഞ്ഞ പിന്നെ ഒരിക്കൽ പറഞ്ഞൊന്നും ആയിരിക്കില്ല. പിന്നെ അപ്പം ഈ പറയുന്നത് ഒരു കാര്യം ഇതിന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നോൺ വെജ്, ഇതിൽ 2 കൂട്ടരുണ്ടാവും. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാർ എന്ത് വരും? ഇപ്പം നോൺ വെജിന്റെ ഇത് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വെജിറ്റേറിയൻസിന്റെ ഇത് വരണം, ആ ഒരു അറ്റൻഷൻ ഇത് അതിൽ വന്നു. പക്ഷേ ഈ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഇപ്പോഴും ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ 90% ഇപ്പോൾ ഒരു 80% ആൾക്കാരെങ്കിലും ഇതിനെ എതിർക്കുന്ന ആൾക്കാരായിരിക്കും.
അപ്പൊ ആ 20% ആൾക്കാരെക്കാളും ഈ 80% ഇതിനെ എതിർക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ള ആളെന്ന് ഈ പറയുന്ന അവർക്ക് ഇല്ലേ ഫ്രണ്ട്സ് അതേപോലത്തെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന നെവിൻ ആ കമ്മ്യൂണിറ്റി ആണെന്ന് എനിക്കറിയില്ല, സ്ത്രൈണത കൂടുതലുള്ള ആൺ വിഭാഗം എന്നാണ് നെവിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. നെവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്താ ഇത് ഇവര് ബാധകല്ലേ? അപ്പൊ ആർക്ക് അവിടെ സപ്പോർട്ട് കൂടുതലുണ്ടോ അവർക്ക് അനുകൂലമായിട്ടും ബാക്കി ഇപ്പുറത്ത് കിട്ടുന്ന, അതുകൊണ്ട് തന്നെ പിറ്റത്തെ ആഴ്ച എന്തായി, പിറ്റത്തെ ആഴ്ച റിയാസ് വന്നു, റിയാസ് സലീം അത്രക്ക് ഹേറ്റേഴ്സ് ഉള്ള ആളാണ് പുറത്ത്. റിയാസ് സലീം വന്നിട്ട് ഇവര് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ആ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തല്ലോ, അല്ലാണ്ട് വീട്ടിൽ കയറ്റുന്ന ആ ഒരു കാര്യം അത്രേ ഉള്ളൂ. ആ ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്, അവരുടെ ഇതൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞ ഒരു നിലപാട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാണ്. നമ്മള് എന്താണോ ബാക്കി ഒരു നല്ലത് കണ്ടിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവർ ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇത് നിലപാട് മാറ്റി പറയരുത്. ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഫാൻ ബേസ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല. ചേട്ടന് ഇപ്പൊ അവിടെ പേഴ്സണലി നിലപാടുള്ള ഒരാൾ എന്ന് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ആരും അവിടെ ഒരു നിലപാടുള്ള ആൾക്കാരില്ല, എല്ലാവരും ഫേക്ക് തന്നെയാണ്. ആരും സ്വന്തം സ്വഭാവത്തിലൊന്നും അവിടെ നിന്നിട്ടില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള കള്ളത്തരങ്ങളും ഈ പറയുന്ന ബാക്കിയുള്ളവരെ പറഞ്ഞത് വളച്ചൊടിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഉള്ളിലെ ആ പാടെ ബെറ്റർ ഞാൻ തന്നെ എന്ന് പറയാം. ഞാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് നിലപാട്. അതുകൊണ്ട് എന്താ നാലാഴ്ച ഞാൻ ഇറങ്ങി വന്നു. എനിക്ക് വേണമെങ്കിൽ അപ്പുറം പോയിട്ട് വേറെന്ന് പറയാം, ഇപ്പുറം പോയിട്ട് ഒന്ന് പറയാം. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരാളെ ഇത് പറഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് അവരുടെ സപ്പോർട്ടും പിടിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് പിടിച്ച് അവരുടെ ഫാൻസിനെയും കൂടി പിടിച്ച് അങ്ങനെയൊക്കെ നിൽക്കാം. ഇപ്പൊ എനിക്കെന്താ അനുമോക്ക് നല്ല ഫാൻസ് ഇതുണ്ട്. അതൊക്കെ പോകുമ്പോ നമുക്ക് 7 വർഷം മുമ്പേ അറിയുന്ന ആൾക്കാരാണ്. ആ ഒരു ഇത് ഞാൻ ഒരു സമയത്ത് ആ ഒരു ബോട്ടിൽ ടാസ്ക് അല്ലെങ്കിൽ ഒരു ടാസ്കിന്റെ സമയത്ത് ഞാൻ അനുമോളെ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഫാൻസിനെ സൂചിപ്പിക്കാനാണെങ്കിൽ എനിക്ക് സൂചിപ്പിച്ച് അവള് പറയുന്നത് കേട്ടത് നിന്നാ പോരെ, അതാണ് നിലപാട്. അപ്പം അല്ലാണ്ട് ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇന്ന ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അങ്ങ് പറയല്ല. ആ പറയുന്നതാണ് നിലപാടില്ലായ്മ. നമ്മൾ അകത്ത് നിൽക്കുമ്പോ ഇങ്ങനെ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ചിന്തിക്കേണ്ട ഒരു ഇത് ഉണ്ടാവും, അതോ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും? ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്, പക്ഷെ ഞാൻ പലപ്പോഴും കിളിപോയ ഒരു അവസ്ഥയിലായിരുന്നു. കിളിപോയെന്ന് പറഞ്ഞ് ഓൾറെഡി ഇച്ചിരി കിളിപോയതാണ്. പക്ഷെ അങ്ങനല്ല, ചില സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ ഇന്നിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത വരും. അതെല്ലാവർക്കും അവിടെ ഉണ്ടാവും. ഇന്നിപ്പോ എന്താ, അതാണോ നെവിൻ ചില സമയത്ത് ഇങ്ങനെ കിടന്നാലോചിക്കുന്നത്? അല്ലാണ്ട് അത് ഗ്രാജുവലി ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. നമ്മളിലേക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാണ്ട് രാവിലെ എണീക്കുമ്പോ ചിലപ്പോൾ ബ്ലാങ്ക് ആയിരിക്കും. എന്ത് ചെയ്യണം, രാവിലെ എണീച്ച് അവിടെ പോയി കട്ടനും കുടിച്ച് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അവരുണ്ടാക്കണം, നമ്മളെ പണി നമ്മൾ എടുക്കണം, പിന്നെ അവിടെ പോയിട്ട് ഇരുന്ന് വർത്താനം പറിച്ച്, ഇതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ടാസ്ക് വരണം. അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോയ സീസണിനേക്കാളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഇപ്രാവശ്യത്തെ ടാസ്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സ്റ്റാർ മാജിക്കും അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര ടാസ്ക് ചെയ്യുന്ന അറിയാം, മീൻസ് ഇങ്ങനത്തെ ഗെയിംസും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ടാസ്ക് ഒരു ദിവസം അയ്യേ പോരാ, ഒരു 2-3 ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയാണ് നമുക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മള് പൊതുവെ ബ്ലാങ്ക് ആയിരിക്കും ചിലര്. പിന്നെ ഇങ്ങനെ ആലോചിക്കും, അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ, മറ്റോ ചിലപ്പോ പറഞ്ഞ ഇതിനു വേണ്ടി ആയിരിക്കും എന്നൊക്കെ അത് ഒറ്റക്ക് പോയിരുന്ന് ചിന്തിക്കും. ചോദിച്ചിട്ടുണ്ടല്ലേ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസോ അവിടെ? കിച്ചൺ ആണോ ഞാൻ ചോദിച്ചിട്ട്? അല്ല കിച്ചൺ അല്ല, എന്റെ ഒരു പ്ലേസ് ഉണ്ട്. ആ അല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ആ ഡൈനിങ് ടേബിൾ വെക്കുന്നതിന്റെ അവിടെ ഒരു സോഫയുണ്ട്, ഒരു കുഞ്ഞു സോഫ. ആ കുഞ്ഞു സോഫേന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കണ്ണാടി പോലത്തെ. ഞാൻ അവിടെ പോയിരുന്നിട്ടാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുക. അവിടെ ഇരിക്കുമ്പോൾ അധികം ക്യാമറകൾ നമ്മളെ പിടിക്കില്ല, ക്യാപ്ചർ ചെയ്യില്ല. നമ്മളെ അധികം ആൾക്കാർ കാണില്ല, നമ്മളവിടെ ഇരിക്കുന്നത് പോലും ശ്രദ്ധിക്കില്ല. എന്നുവെച്ചാൽ ഈ ഭാഗത്തേക്ക് അത് വ്യൂ വരില്ല, ഇപ്പുറത്തെ ഭാഗത്ത് അത് വ്യൂ വരില്ല. അവിടെയുള്ള ഒരു 2 ക്യാമറ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ക്യാമറ മെയിൻ ആയിട്ട് ഇപ്പുറത്തുള്ളവർ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും, മറ്റേ ക്യാമറ ചിലപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ. അപ്പൊ ഞാൻ കാമായിട്ട് ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഷ്യസ് ആണ്. ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ഇത് നമ്മുടെ മെന്റൽ പീസിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്. അവിടെ അമ്മയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്.
ലൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഇതിലോട്ടങ്ങ് കിടക്കും. അതിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരാൾ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് നമ്മൾ അവരോടൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ ചെയ്ത് മനസ്സിലാ ചോദിക്കും ഞാൻ ചെയ്ത്. അപ്പം അവളുടെ വേർഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. എന്തായിരിക്കും ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതേ ആയിരിക്കില്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ചിന്തിക്കും അവള് പറയുന്നതായിട്ട്. അത് അങ്ങനെ ചെയ്യുന്നതായിരുന്നില്ലേ നല്ലത്, അല്ല ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നിങ്ങോട്ട് ചോദിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ സാധനം. അപ്പം ലക്ഷ്മി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ടല്ലേ ആരുടെങ്കിലും? ഞാൻ പറയാറുണ്ട്. അപ്പം അതെ, അപ്പൊ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചിരിക്കും നമ്മൾ ഈ വർത്താനം പറഞ്ഞ റിയാക്ഷൻ മുഴുവൻ എന്റെ ബോധം. കാണുന്ന ഒരാൾ വിചാരിക്കും ഇവൻ ഈ ഒറ്റയ്ക്ക് ഇവൻ എന്താ പ്രാന്താക്കി. ഇതുപോലെ തന്നെ വിചാരിച്ചു പോകും. ഒരാൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇത് കണ്ടിട്ട് ആരിനെ ഒരു പ്രാവശ്യം എന്തോ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കിളി പോയ ആള് ആരാന്ന് ചോദിച്ചപ്പോ ഇവൻ എന്റെ പേരാന്ന് പറഞ്ഞത് തോന്നിപ്പോവും. പക്ഷെ അവനത് മനസ്സിലായില്ല എന്താണ് ഇവ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒറ്റക്കിരുന്നൊക്കെ ചെയ്യുമ്പോഴേ കിളി പോയതായിട്ട് തോന്നും. പക്ഷെ എനിക്ക് കുറെ ഉത്തരങ്ങൾ അവിടുന്ന് കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്ത് അമ്മയുടെ ഒരു വേർഷൻ ഉണ്ട്, അവൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മളിൽ നിന്ന് ഇപ്പോഴും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അത് അവക്കേ പറയാൻ പറ്റൂ. പക്ഷെ അതൊരു ഡിഫറെന്റ് ആയിരിക്കും. ഏകദേശം ഇപ്പൊ എനിക്ക് ഏകദേശം കിട്ടും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? പുള്ളിക്കാരത്തെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ബിഗ് ബോസിലോട്ടോ? ബിഗ് ബോസിൽ. എന്റെ പോട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ അടിനാശം വെള്ളപ്പൊക്കമായിരുന്നു. അവിടെ പണി കിട്ടും. നിന്നെ കുറിച്ച് വർത്താനം ചോദിച്ചതേ അതൊക്കെ അവളുടെ വീടാ. അപ്പൊ ബിഗ് ബോസിൽ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വന്ന് ഞാൻ കുറ്റം പറഞ്ഞല്ല. ഇവളെ കുറ്റം പറയുമ്പോ അവർക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ഞാൻ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് അപ്പം വിളിച്ച് എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഉണ്ടാവും. പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയലാണ് ഇവള്. അടുത്ത സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സീസണിൽ പൊക്കോ, വിളിച്ചാ പോവോ? എനിക്ക് ഇവിടെ 2-3 മാസം സൗകര്യം ഉണ്ടാവല്ലോ. അപ്പൊ ഇവിടെ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. അപ്പൊ ഈ പറയുന്ന എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്റെ PR ആണ്. എന്റെ PR ആണ് ഇവള്. അതെനിക്കറിയാം. എനിക്ക് PR-ന് വേണ്ടിട്ട് എനിക്ക് 16 ലക്ഷം ഒന്നും തരാനില്ല. എനിക്കൊരു ബ്രാൻഡഡ് വാച്ച് വാങ്ങിച്ചു ഒരു വാച്ച് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. പറയും നമ്മൾ ഈ ആണുങ്ങൾ എപ്പോഴും ഈ സർപ്രൈസ് ആക്കാൻ വേണ്ടി നോക്കും, പൊളിയും. അതിന് മുമ്പേ അതിന്റെ നമ്മൾ ആ സർപ്രൈസ് ഇന്നതാണേ എന്ന് പറയും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ വാച്ച് ഓർഡർ ചെയ്ത്, പക്ഷെ അതിന് മുമ്പേ തന്നെ ഇവക്ക് ഇഷ്ടമുള്ള വാങ്ങട്ടെ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരിക്കലും പെമ്പിളർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായും പിന്നെ ഒരു സാധനം ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് അത് ഓർഡർ ചെയ്ത് ആ സസ്പെൻസ് അങ്ങ് പോയില്ലേ അല്ലേ? ആ ഒരു സർപ്രൈസ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് കാൻഡിൽ ലൈറ്റ് വിത്ത് ഡിന്നർ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തു സർപ്രൈസ് തരുന്ന സമയത്ത് പെൺകുട്ടികൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സാധനം തരും. നമ്മൾ മിണ്ടാതെ, നമുക്ക് ചിലപ്പോൾ അത് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എന്നാൽ കൂടി നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ അതാണ് പ്രശ്നം. നമ്മൾ പറയുന്നത് അതങ്ങനെയാണ്, നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കും. നമുക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാല് അതിപ്പോ നമ്മളോട് ചോദിച്ചിട്ടൊന്നും ആയിരിക്കുമല്ലോ വാങ്ങുന്നുണ്ടാവുക, ഇന്നത് വേണോന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആണുങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും. അവര് എല്ലാം ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഓർഡർ ചെയ്യൂ. ഒരു ഐഡിയ ഉണ്ട് കേട്ടോ, നമ്മള് ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെങ്കിൽ അവരുടെ ഈ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഈ പറയുന്ന കാർട്ട് ഒന്ന് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ അതിലുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് വെച്ചായിരിക്കില്ലേ ഇതിലേതെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ
നല്ലൊരു ഐഡിയ ആണ്. അല്ല എല്ലാവർക്കും ഞാൻ പറയും use ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ഇടയ്ക്ക് ഞാൻ ഫുഡ് ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് തരുമ്പോ ഉം. ഞാൻ പറയും ചേട്ടന് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യുന്നത് എന്നുവെച്ചാ അപ്പൊ എനിക്ക് ചിലപ്പോ എനിക്ക് ഇങ്ങനെ വട്ടായിരിക്കണായിരിക്കും, എനിക്ക് എന്ത് കഴിക്കണമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയണ്ടാവില്ല. അപ്പൊ വേറെ ആള് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യുമ്പോ എന്താണോ അത് കഴിക്കാൻ ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അത് മാത്രം എനിക്ക്. അതും പക്ഷെ പ്രശ്നമാണ്. ഡ്രസ്സ് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ അല്ലേ ഞാൻ പറയാം, തൊടൂല. തൊടുവിൽ ഇടൂല, അവിടെ വെച്ചോണ്ടിരിക്കും. റിട്ടേൺ ചെയ്യുന്നതിനേക്കാളും ചോദിച്ചിട്ട് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെ 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 തീർച്ചയായിട്ടും അതെ. അപ്പൊ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത എന്റെ PR ആണ് ഈ ഇരിക്കുന്നത്. പാവം ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ എല്ലാവരെയും പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. ഉള്ള അവളുടെ കഴിവിന്റെ പരമാവധി വെച്ചിട്ട് അവള് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെക്കാളും കൂടുതൽ ഹേറ്റേഴ്സ് പുറത്ത് മേടിച്ചിട്ടുള്ള ആളാണ് ഈ ഇരിക്കുന്നത്. എനിക്ക് പക്ഷെ ഞാൻ നല്ല പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവക്ക് വായിൽ വരുന്ന മുഴുവൻ അവള് വിളിച്ച് പറഞ്ഞിട്ട് കുറെ ഹേറ്റേഴ്സിന് വായി കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഫുൾ പോസിറ്റീവായി, ഇവള് നല്ല നെഗറ്റീവ് അടിച്ചിരിപ്പുണ്ട്. അറിയപ്പെടി, ഞാൻ എന്റെ ഇന്റർവ്യൂ എടുക്കട്ടെ, നിന്റെ ഇന്റർവ്യൂ സെപ്പറേറ്റ് കൊടുക്കാം കേട്ടാ. ബൈ. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കൂല അവള്, ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ ഒന്നിൽ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ അവള് കൂടെ ഉണ്ടാവണം. അതാണ് അവളുടെ സ്വഭാവം. പിന്നെ ഭയങ്കര ഫണ്ണാണ്. ഓക്കെ, അമ്മയെ ചേട്ടന്റെ ലൈഫിൽ വന്നതിന് ശേഷം ചേട്ടൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് അമ്മയ്ക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത്? അവർക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എപ്പോഴും അതേപോലെ തന്നെ അങ്ങനെ തന്നെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മാറ്റങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കാറില്ല. എന്ന് വെച്ചാൽ അവർക്ക് മാറ്റാനൊന്നുമില്ല. ഈസ് ഓൾറെഡി ഗുഡ്. എന്ന് വെച്ചാൽ ദൈവവിശ്വാസമുണ്ട്, അവളുടെ ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിലിപ്പോൾ തെറ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ, തെറ്റായി തിരുത്താം. കുറച്ച് ഈ പറയുന്ന അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ചില സമയത്തുള്ള ശ്രദ്ധക്കുറവ്, അങ്ങനെയുള്ള അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ഈ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒന്ന് ഭയങ്കര ശ്രദ്ധക്കുറവാണ്. ആ ഒരു ശ്രദ്ധക്കുറവ് മാറ്റി കഴിഞ്ഞാൽ ഷീസ് ഓക്കെ. അത് മാറി മാറി കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് അല്ലേ? തീർച്ചയായും അതെ, ബ്ലെസ്സിംഗ് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ബിഗ് ബോസ് ഹൗസിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചേട്ടന്റെ അഡ്വൈസ് എങ്ങനെയായിരിക്കും? ഒന്ന്, ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് ആരോട് പറയാതിരിക്കാം. ഞാനിങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടി, ഒരു ഇന്റർവ്യൂ ചെയ്തു, അത് കിട്ടിയതിന് ശേഷം ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ഒരാളോട് മനുഷ്യക്കുട്ടിനോട് പറയാതിരിക്കുക. ചേട്ടൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് ലൊക്കേഷനിൽ മാത്രം എനിക്ക് ആ ഷൂട്ടിന്റെ എന്റെ ക്യാരക്ടറിന്റെ ഇതാക്കാൻ വേണ്ടി റൈറ്ററോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്ററോടൊക്കെ പറഞ്ഞത് തന്നെ റൈറ്റർ അറിഞ്ഞിട്ട് ഡയറക്ടർ അറിഞ്ഞു, പ്രൊഡ്യൂസർ അറിഞ്ഞു, ചാനലിൽ അറിഞ്ഞ്, അങ്ങനെ അറിയും. അപ്പം നമ്മളൊരു കാര്യം കഴിയുന്നതും നമുക്ക് ഏറ്റവും അടുത്ത അല്ലെ വീട്ടിലുള്ളവരോടൊക്കെ അല്ലാണ്ട് വേറൊരാളോട് പറയാതിരിക്കുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പുറത്തുനിന്ന് നല്ലോണം നടത്തുക. നല്ലോണം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രിപ്പറേഷൻ ഒന്നും പോരാ. ഇതിന് പോകാനുള്ള ഇത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ അത് മൈൻഡിലുണ്ടാവണം. ആ ഡ്രസ്സും വീക്കെൻഡ് ഡ്രസ്സുകൾ 2 പേർ അത് അയച്ചു തരാനുള്ള ആളെ ഏർപ്പാടാക്കണം. കഴിയുന്നത്ര കൊളാബുകൾ പിടിച്ചോളുക, പൈസ കയ്യിൽ നിന്ന് ചെലവാക്കാതിരിക്കുക. നമ്മൾ മൊത്തം ഡ്രസ്സ് കൊണ്ടുപോകണോ? മൊത്തം ഡ്രസ്സ് കൊണ്ടുപോകുന്നവരുണ്ട്. അനുമോളൊക്കെ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടുപോയത്. അവക്ക് അവള് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത്. അവള് തന്നെയാണ് എല്ലാം, പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവൾ തന്നെ. അവളൊക്കെ 100 ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോയത്. ഞാൻ കൊണ്ടുപോയി രണ്ടാമത് ഇങ്ങനെ അയച്ചു തരും, നമുക്ക് ഇങ്ങനെ അയച്ചു തരാൻ വേണ്ടി. അതിലും ഭേദം ഒറ്റയടിക്ക് അത്രയും ഡ്രസ്സുകൾ കൊണ്ടുപോകാം. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേണ്ടത് മെയിൻ ആയിട്ട് ഒരു നല്ല PR. അത് മസ്റ്റാണ്. PR-നെ വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ അതിൽ ഇപ്പൊ ഖേദിക്കുന്നു. ആ PR-നെ വെക്കാത്തതിലുള്ള വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഈ അടുത്തൊന്നും മാറാൻ പോകുന്നില്ല. ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നത്തെ വെച്ചാൽ പോകുന്ന ആള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, PR മസ്റ്റാണ്. അത് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അതിപ്പം ഇത്ര കാലത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ ഇത്ര കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊടുത്തേക്കുക. അത് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ പിന്നെ അവസാനം വരെ നിന്നിട്ടുള്ളതും അതിൽ നിന്ന് ജയിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. അതൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഈ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ മുമ്പ് സീസണിലും ഒക്കെ എല്ലാം ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അല്ലാണ്ട് വെറുതെ പോയിട്ട് നമ്മളെ പ്രേക്ഷകർ ജയിപ്പിക്കുന്നത് ഒരാളും കുത്തിയിരുന്ന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞ നിങ്ങൾ പോലും ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ വോട്ട് ചെയ്യാൻ? ഇല്ല, കിട്ടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒരാളെ അങ്ങ് ഏർപ്പാടാക്കുക. നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല ഒരു ടീമിനെ തന്നെ ഏർപ്പാടാക്കി വിടുക, കയറുക, ജയിക്കുക, വരിക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പം ചേട്ടൻ വന്നതിലും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിലും ഓട്ടോഗ്രാഫിലെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. സാരമില്ല, ഞാൻ വേറെ ഇന്റർവ്യൂ കൊടുത്തോളാം. മിസ്സായത് പറഞ്ഞിട്ട് പോയാൽ പറഞ്ഞു
ഓക്കെ, എനിക്ക് എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സീരിയലാണ് ഞാൻ ആദ്യമായി പറഞ്ഞില്ല, ഓട്ടോഗ്രാഫ്. അപ്പൊ അതില് റാമിനെ കാണാൻ പറ്റിയ സന്തോഷം എനിക്കുണ്ട്. സന്തോഷം. വന്നതില് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും.